മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹ, ഞാൻ എൻ്റെ ആമുഖത്തിൽ ഒരു ആയത്ത് ഓതി കേൾപ്പിച്ചു. ഫറോവയുടെ ഭാര്യയാണ്, ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു മഹദിയാണ്. അവസാനം പീഡനത്തിന്റെ കാഠിന്യം കൊണ്ട് സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ അതേ മഹദി ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. നാഥ, ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു പോയി. എനിക്ക് നിന്റെ അടുക്കൽ ഒരു ഭവനം, നിന്റെ സ്വർഗത്തിൽ ഒരു ഭവനം നീ എനിക്ക് ഉണ്ടാക്കി തരണേ എന്ന് മഹദി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും അങ്ങനെ ആ സ്വർഗത്തിൽ ഒരു ഭവനം അള്ളാഹുവിനോട് ചോദിക്കണം. നമുക്കും വേണം സ്വർഗത്തിൽ ഒരു വീട്. വാക്കാണ്. സ്വർഗത്തിന് ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം ലഭിക്കുക എന്നത് ദുനിയാവിലുള്ള എന്തൊക്കെയുണ്ടോ അതിനേക്കാൾ ഉത്തമമായതാണത് എന്ന്. സ്വർഗത്തിലൊരു വീട് വേണം, സ്വർഗത്തിലൊരു ഇടം കിട്ടണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യമായ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. അത്തരം കാര്യങ്ങൾക്ക് അല്ലാഹു തആല നമ്മളോട് ആവശ്യപ്പെട്ടത് മില്യൺ കണക്കിന് ഡോളറുകൾ നിങ്ങൾ ചെലവഴിക്കണം എന്നല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എഴുതി വെച്ചോ എന്നും പറഞ്ഞിട്ടില്ല. ദാനധർമ്മങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, വഖഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ ഒരു പരിധികൾ അല്ലാഹു തആല നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായ കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലി അല്ലാഹ കുല്ല യൗമിൻ 12 റകഅതൻ തതവ്വുഅൻ ഗൈറ ഫരീള. ഒരാള് നിത്യവും ഫർദ് നമസ്കാരത്തിന്റെ പുറമെ 12 റകഅത്ത് നമസ്കാരം റവാത്തിബ് 12 റകഅത്ത് നമസ്കരിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ഭവനം അല്ലാഹു അവർക്ക് നിർമ്മിച്ചു കൊടുത്തിട്ടല്ലാതെ ഇല്ല, കൊടുക്കും എന്ന്. ഇവിടെ സ്വർഗത്തിൽ ആ വീട് കിട്ടാനുള്ള യോഗ്യതയായിക്കൊണ്ട്, അതിൽ മാർക്കായിക്കൊണ്ട് അല്ലാഹു തആല പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ ഫർദ് നമസ്കരിക്കുമ്പോൾ അതിൻ്റെ കൂടെ 12 റകഅത്ത് സുന്നത്ത് നമസ്കാരം കൂടി നിർവഹിക്കണം. അത് ഏതാണെന്ന് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ ആ 12 റകഅത്ത് നമസ്കാരത്തെ പറ്റിയും കൂടി റസൂല് പറഞ്ഞു. അത് ളുഹ്ർ നമസ്കാരത്തിന്റെ മുമ്പ് 4 റകഅത്ത് നമസ്കരിക്കുക, ളുഹ്റിന്റെ ശേഷം 2 റകഅത്ത് നമസ്കരിക്കുക, മഗ്രിബിന്റെ ശേഷം 2 റകഅത്ത് നമസ്കരിക്കുക, ഇശാഇന്റെ ശേഷവും 2, സുബഹിന്റെ മുമ്പ് 2. ഇങ്ങനെ 12 റകഅത്ത് നമസ്കാരം സ്ഥിരമായി. ഞാനൊന്നും കൂടി അടിവരയിട്ട് പറയുന്നു, സ്ഥിരമായി. അതിന് ഞാൻ കഴിഞ്ഞ ഖുതുബകളിലേക്ക് അത് കാരണം പറഞ്ഞിട്ടുണ്ട്. സ്ഥിരം എന്ന് പറയാൻ കാരണം, സ്ഥിരമായി ചെയ്യുന്ന ഇബാദത്ത് എത്ര കുറച്ചാണെങ്കിലും അതാണ് അല്ലാഹുവിന്റെ ഇഷ്ടം. ആ 12 റകഅത്ത് നമസ്കാരം ഫർദ് നമസ്കാരത്തിന്റെ പുറമെ നിർവഹിക്കാൻ ഉള്ള ഒരു തിടുക്കം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മൾ പ്രകടിപ്പിക്കണം, ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു.